ഈ പൗരത്വ ഭേദഗതി സമയത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങൾ നാം രാജ്യത്തുടനീളം കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു ഭേദഗതി വഖഫുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ അക്രമത്തിലേക്ക് കൊണ്ടുപോകാനാണല്ലോ ചില പാർട്ടികൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണോ നാം മണിപ്പൂരിൽ കണ്ടത്? അതെ, തീർച്ചയായിട്ടും. ഈ നമ്മളെ ഈ പറഞ്ഞ പോലെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും ആ ബില്ല് അവതരിപ്പിച്ച് അതിന്മേലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചപ്പോൾ തന്നെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി, അക്രമം തുടങ്ങി. ശരിക്കും അത് പ്രക്ഷോഭമല്ല. നമുക്ക് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു നിയമം വരുന്നു, ആ നിയമത്തിനെതിരെ എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ട് വശങ്ങളും അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. പ്രതികൂലിക്കുന്നവർ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച്, അവരുടെ കണ്ടെത്തലുകൾ ഉന്നയിച്ച് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിനെല്ലാം ഇടമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന അങ്ങനെയല്ല, ഏകപക്ഷീയമായ അക്രമമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിപ്പൂരിൽ നടന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ രാഷ്ട്രപതി ഭരണം നടക്കുന്നത് കൊണ്ട് ഒരല്പം ശാന്തി അവിടെ ഉണ്ട്. 2 കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിനിടയ്ക്കാണ് അവിടെ ഒരു പ്രദേശത്ത്, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത്, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ പേരിൽ, പ്രതിഷേധം നടത്തുന്നതിൻ്റെ പേരിൽ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മണിപ്പൂരിലെ ഒരു BJP നേതാവ്, അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ അവിടുത്തെ മണിപ്പൂർ സംസ്ഥാന പ്രസിഡൻ്റാണ്. നോക്കൂ, ന്യൂനപക്ഷ മോർച്ചയുടെ മണിപ്പൂർ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വീടാണ് തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. അതായത് 5000-ഓളം വരുന്ന ആൾക്കാർ പങ്കെടുത്തൊരു റാലി, ആ റാലിയുടെ ഭാഗമായിട്ട് നടന്ന അക്രമത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഈ ന്യൂനപക്ഷ മോർച്ചയുടെ മണിപ്പൂർ സംസ്ഥാന പ്രസിഡന്റ് അക്സർ അലിയുടെ വീടാണ് ഇന്നലെ വൈകിട്ട്, അതായത് ഞായറാഴ്ച വൈകിട്ട് തീയിട്ട് നശിപ്പിച്ചത്. ഇവിടെ ഈ തൗബൽ ജില്ലയിലെ ലിലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ NH 102-ലാണ് ഈ റാലി നടന്നത്. അതായത് ഈ റാലിക്ക് അവർ മുൻകൂട്ടി അനുമതി ചോദിച്ചു, സുരക്ഷാ സേന അനുമതി കൊടുത്തു. കാരണം അവിടെ നമുക്കറിയാലോ, പട്ടാള നിയമമൊക്കെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പെട്ടെന്നൊരു പ്രക്ഷോഭം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ അനുമതി ചോദിച്ചു, ഞങ്ങൾക്ക് പ്രതിഷേധിക്കണം, പ്രതിഷേധിക്കാൻ അനുമതി കൊടുത്തു. 5000-ഓളം പേർ പങ്കെടുത്തൊരു റാലിയാണ് അവിടെ നടന്നത്. ആ റാലിയുടെ ഭാഗമായിട്ടാണ് ഈ അക്രമങ്ങൾ നടന്നത്. അക്രമങ്ങളെ വളരെ പെട്ടെന്ന് അടിച്ചൊതുക്കാൻ സേനയ്ക്ക് സാധിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട BJPയുടെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അക്സർ അലിയുടെ വീട് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, ഇവർ ആർക്കെതിരെയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്? മുസ്ലിങ്ങൾക്കെതിരെ തന്നെയാണോ? ഈ വഖഫുമായി ബന്ധപ്പെട്ട് നിയമപരിരക്ഷ കൊണ്ടുവന്ന് നിരവധി മുസ്ലിങ്ങളും വഖഫ് ബോർഡുമായിട്ട് കേസ് നടക്കുന്നുണ്ട്. അതിനെ എല്ലാം രമ്യമായിട്ട് പരിഹരിക്കാനല്ലേ ഈ നിയമം സഹായിക്കുക? മുനമ്പത്തെ കാര്യം നമുക്കറിയാം, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഈ കേസുകളൊക്കെ പരിഹരിച്ച് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് അതുകൊണ്ട് പ്രൊഡക്റ്റീവ്, അത് രാജ്യത്ത് സക്രിയമായി ഉപയോഗിക്കപ്പെടണം. രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ഭാഗമാകണം, അല്ലേ? കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അത് സഹായകരമാകണം. അതിനാണല്ലോ അള്ളാഹുവിൻ്റെ പേരിൽ ഇത് ദാനം ചെയ്യുന്നത്. അതിനെയൊക്കെ ഈ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അക്രമാസക്തമായ സമരത്തിലേക്കാണ് പോകുന്നത്. അത് ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണ്. അതെന്തായിരിക്കും ഈ ഭീഷണിപ്പെടുത്തി സർക്കാരുകളെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഒരു ശ്രമം? അവർ എപ്പോഴും സംഘടിത ശക്തിയാണല്ലോ. ആ സംഘടിത ശക്തി ഉപയോഗിച്ച് സർക്കാരിനെയും അതോടൊപ്പം തന്നെ അധികൃതരെയും ജനങ്ങളെ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, അത് നടപ്പിലാക്കിയേ ഞങ്ങൾ മുന്നോട്ട് പോകൂ, ഞങ്ങൾക്ക് മതനിയമങ്ങളുണ്ട്, അതെ, ഞങ്ങൾ അതനുസരിച്ചേ പോവുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്നൊക്കെയാണ്. അത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല മക്കളെ. ഉള്ള കാര്യം പറയാം, ഇവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ആള് വേറെയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് അത് നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഹാങ് ഓവർ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അമിത്ഷാ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, അത് രാജ്യത്ത് എല്ലായിടത്തും നടക്കും, എല്ലായിടത്തും പാലിക്കും, എല്ലാവരും അത് പാലിക്കാൻ നിർബന്ധിതരുമാണ്. ഇവിടെ ഇതൊന്നും ഏകപക്ഷീയമായിട്ട് നൂലിക്കെട്ടി ഇറക്കിയ നിയമമൊന്നുമല്ല. ചർച്ച ചെയ്ത് രാജ്യത്തെമ്പാടും JPC കൊണ്ടുവന്നു. അതുപോലെ രാജ്യത്തെമ്പാടും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു, സെമിനാറുകൾ നടക്കുന്നു. എല്ലാ കോണിലും, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തെളിവുകളും രേഖകളും ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. അല്ലാതെ ചുമ്മാ ഒരു ദിവസം രാവിലെ വന്നങ്ങൊരു നിയമം ഇറക്കുകയല്ല ചെയ്തത്, ഓട് പൊളിച്ചൊരു നിയമം പാർലമെൻറ്റിലേക്ക് ഇടുക അല്ല ചെയ്തത്. അതിവർ മനസ്സിലാക്കണം. അതുപോലെ ഈ അസറുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത്, സംബാലിലെ ജുമാ മസ്ജിദ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ നിയമം കാരണം. ഈ നിയമവും അതുമായിട്ട് ഒരു ബന്ധവുമില്ല.
സംഭാലിലെ ജുമാ മസ്ജിദ് ഒരു സംരക്ഷിത സ്മാരകമാണ്. ആ സംരക്ഷിത സ്മാരകം ഒരിക്കലും വഖഫ് ബോർഡിന് കീഴിൽ വരില്ല. അത് രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ്. അതിനെ രാജ്യം എല്ലാം അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അത് സംരക്ഷിക്കും. നോക്കൂ, താജ്മഹൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇടക്കാലത്ത് നാം കണ്ടുവരുന്നതാണ്. ഈ അല്ലെ ഒരു BJP മുൻനിർത്തി കള്ളവാർത്തകൾ ഉണ്ടാക്കുകയും ഇത്തരം തെറ്റിദ്ധാരണകൾ പകർത്താൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? വോട്ട് ബാങ്ക് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതായത് എല്ലാ കാലത്തും മുസ്ലിങ്ങളെ BJPക്കെതിരെ നിർത്തണം. അങ്ങനെ BJPക്കെതിരെ നിർത്തി രാഷ്ട്രീയം അവർ കളിച്ചോട്ടെ, പക്ഷെ അത് രാജ്യത്തെ, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ പൗരന്മാരെ, അവരുടെ സ്വത്തുക്കളെ നശിപ്പിക്കുന്ന തരത്തിലാകരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാം, രാഷ്ട്രീയം പയറ്റാം. തീർച്ചയായിട്ടും അവർ വ്യാജ പ്രചരണം നടത്തിയാൽ ആ വ്യാജ പ്രചരണത്തിനെ പൊളിക്കേണ്ടത് BJPയുടെ ജോലിയാണ്. അതവർ ചെയ്തോട്ടെ, ചെയ്യാതിരിക്കട്ടെ, അത് അവരുടെ കാര്യം. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. രാഷ്ട്രീയത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചാണ്, രാഷ്ട്രത്തിൻ്റെ പൊതുവായ നന്മയെക്കുറിച്ചാണ്. ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ സ്വത്തുക്കളല്ലേ? അല്ലാതെ ഇത് കേവലം വ്യക്തികളുടെ മാത്രമാണോ? വ്യക്തിയും പൗരന്മാരുടെ സ്വത്തും ഒക്കെ രാഷ്ട്രത്തിൻ്റേത് കൂടിയല്ലേ? അല്ലെങ്കിൽ രാഷ്ട്രമല്ലേ അതിന് സംരക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ സംരക്ഷണം കൊടുക്കുന്ന ഒരു രാജ്യത്താണ് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തി ഇതൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താജ്മഹൽ ഉൾപ്പെടെയുള്ളത് സംരക്ഷിത സ്മാരകങ്ങളാണ്. അത് രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അത് എല്ലാ മതക്കാർക്കും, എല്ലാ പൗരന്മാർക്കും, മതമില്ലാത്തവർക്കും ഒരുപോലെ അവകാശപ്പെട്ടു. ഈ മുനമ്പ് നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ടാണോ ചോദിക്കുന്നത്? ഈ ന്യൂനപക്ഷങ്ങൾ എല്ലാ കാലത്തും BJPയോട് അടുക്കുമ്പോൾ ഒരു തെറ്റിദ്ധരിപ്പിക്കുക, അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ആ ശ്രമങ്ങൾ നാം മുനമ്പത്ത് കണ്ടു. മുനമ്പത്തിന് പിന്നാലെയാണ് ഓർഗനൈസറുടെ സംഭവം കൊണ്ടുവരുന്നു, അങ്ങ് ജബൽപൂരിലെ സംഭവം കൊണ്ടുവരുന്നു, ഒറീസയിലെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അത് ചർച്ചയാക്കുക. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പലയിടങ്ങളിലും കാണുന്നുണ്ട്. മുത്തലാഖ് വന്നപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ BJPക്ക് അനുകൂലമായി വോട്ടിടുന്നു എന്നൊരു ധാരണ ഉണ്ടാകുന്നു. അങ്ങനെ അവരെ തെറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് കണ്ട ദളിത് വിഭാഗം BJPയോട് ഉത്തർപ്രദേശിലെല്ലാം വലിയ രീതിയിൽ അടുക്കുന്നത് കണ്ടപ്പോൾ പരസ്യമായി തന്നെ അല്ലെ, അംബേദ്കറിന്റെ ആശയം ഉയർത്തി പരസ്യമായി തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ഒരു ജാതിക്ക് മുൻകൈ എടുത്ത് സംസാരിക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടു. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യം എന്താണ്? അവർ BJP എതിർക്കുന്നതിലൂടെ ഏത് വിധേനയും BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക. അതായത് നമുക്കറിയാം, അതിന് ഇത്രയും തീവ്രമായ ഒരു നിലപാട് എടുക്കേണ്ടിയിരിക്കുക ആവശ്യമുണ്ടോ? വേറെ നിവൃത്തിയില്ല. അണികളില്ലാത്ത, ജനങ്ങൾ പിന്തുണയ്ക്കാത്ത ഒരു പാർട്ടിക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും ഈ വ്യാജ നിർമ്മിതികളും കൊണ്ട് ഈ രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി, സംഘർഷമുണ്ടാക്കി വലിയ വിഭാഗം ജനങ്ങളെ BJPയിൽ നിന്ന് അകറ്റുക. അതൊരു തന്ത്രമാണ്. അതാണ് അവർ പയറ്റുന്നത്. അത് എത്ര കണ്ട് മറ്റൊരു ജോലി. അതാണ് മുനമ്പം ഉൾപ്പെടെയുള്ള. ഇപ്പോൾ ഈ പറയുന്നത് പോലെ KCBC പറഞ്ഞു, ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്ന അത്രയും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ 2-3 സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ കയ്യിലിരുന്നേനെ എന്ന് KCBC വളരെ വ്യക്തമാക്കി. ഇതൊക്കെ KCBC, മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, KCBC ആരുടെയെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ഇത് ഇപ്പോൾ ചർച്ചിനുള്ളതാണ് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവകാശവാദം ഉന്നയിച്ച് അത് കയ്യേറുകയാണോ ചെയ്യുന്നത്? വഖഫ് ചെയ്യുന്നത് പോലെ. വഖഫ് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു ഭൂമിക്ക് പുറത്ത് അവകാശം ഉന്നയിക്കുകയാണ്. ഇത് വഖഫ് ചെയ്തിരിക്കുന്നു, ഇത് ഞങ്ങൾക്കുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ പുറത്ത് 1970 അത് വഖഫ് ചെയ്തതാണെന്നും പറഞ്ഞ് അവകാശം ഉന്നയിച്ച ആൾക്കാരാണ്. അല്ല, പാർലമെന്റ് മാത്രമല്ല, ഈ മുനമ്പത്തോടൊപ്പം ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ കണ്ണൂരിൽ വഖഫ് ഭൂമി വരുന്നു, വയനാട്ടിൽ വരുന്നു, അല്ലേ? അല്ല, ബാംഗ്ലൂര് തന്നെ ഒരു വലിയ സ്കൂള് ഒറ്റ രാത്രി കൊണ്ടാണ് അത് വഖഫിൻ്റെതായത്. അത് വലിയ പ്രക്ഷോഭം അവിടെ നടന്നു, വലിയ രീതിയിൽ എതിർപ്പ് ഉയർന്നു. വലിയ എതിർപ്പ് ഉയർന്നപ്പം പതുക്കെ അല്ല, അത് ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പിന്മാറി. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ആരെ ബോധ്യപ്പെടുത്താനാണ്? നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൂ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കൂ, അവരുടെ ന്യായമായ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തൂ. അങ്ങനെയല്ലേ സമരം ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ രാജ്യത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒരു ശക്തമായ പ്രതിപക്ഷമല്ലേ ആകേണ്ടത് കോൺഗ്രസ്? ഈ BJP ചെയ്യുന്ന കാര്യങ്ങളിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? കേന്ദ്ര സർക്കാരിന് എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്തുകയല്ലേ വേണ്ടത്? അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ തരത്തിൽ രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കി ആക്രമം അഴിച്ചു വിടുകയാണോ ചെയ്യേണ്ടത്? ഒരു പാവപ്പെട്ട മുസ്ലിമിൻ്റെ വീട് കത്തിച്ചതുകൊണ്ട് ഇവർക്ക് എന്ത് കിട്ടി? എന്ത് ഗുണമാണ് അതിലുണ്ടായത്? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി കാണിക്കുന്ന വെറും പൊറാട്ട് നാടകങ്ങളാണ്. ഇതൊന്നും രാജ്യത്ത് ജനം അംഗീകരിക്കില്ല. BJP ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്?
കേസിന് പോയല്ലോ സുപ്രീം കോടതിയിൽ. എന്താ ഇപ്പോൾ മുസ്ലിം ലീഗിനൊന്നും പറയണ്ടേ? ഇപ്പോൾ കോൺഗ്രസിനൊന്നും പറയണ്ടേ? എവിടെ പോയി CPM? എല്ലാവരും ഒരുമിച്ച് സമരം ചെയ്തതാണല്ലോ റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ നിയമമായിട്ട് ഈ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ഈ സെൻറ്ററുകൾ, അതായത് ഈ വിദേശത്തുനിന്ന് വരുന്ന ആൾക്കാർ കയ്യിൽ രേഖകളൊന്നും ഇല്ലെങ്കിൽ അവരെ പാർപ്പിക്കാനുള്ള സെൻറ്ററുകൾ നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. പണി നടക്കുകയാണ്. തൃശ്ശൂർ വിയ്യൂരിനടുത്ത് പണി നടക്കുകയാണ്. എന്താ എവിടെ പോയി പിണറായി വിജയൻ്റെ ഈ പറയുന്ന ധാർഷ്ട്യം, ഈ പറയുന്ന എന്താ പറയുക, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന തൻ്റെ ഇടം എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകങ്ങളാണ്. അതൊന്നും കൊണ്ട് രാജ്യത്ത് വിജയമുണ്ടാകില്ല, രാജ്യത്ത് അവർക്ക് വളർച്ചയും ഉണ്ടാകില്ല. എന്തായാലും സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയെ അക്രമത്തിലേക്ക് തള്ളിവിടരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ തള്ളിവിട്ടാൽ മുനമ്പത്തുകാർ പ്രതിഷേധിച്ചതുപോലെ, അവർ ഒന്നടങ്കം BJPയിൽ ചേർന്നതുപോലെ ഈ വിഭാഗം ജനങ്ങളും BJPയിലേക്ക് നാളെ ചേരും. അതോടുകൂടി കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും രാജ്യത്തു നിന്ന് അപ്രത്യക്ഷമാകും.